ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡിറ്റീവ് പ്രോപ്പർട്ടി, റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ്സ്, റെക്കറൻസ് റിലേഷൻസ് ഫോർ ബൈനോമിയൽ പ്രോബബിലിറ്റീസ്. എന്താണ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി. എന്തുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട് അല്ലേ? ആ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. വിത്ത് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? എന്നും പിയും. ഓക്കെ, അഡിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് സപ്പോസ് വി ഹാവ് ടു റാൻഡം വേരിയബിൾസ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ n1 പിയും അതുപോലെ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ n2 പിയും ആണെങ്കിൽ അഡിറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം x പ്ലസ് y ഫോളോ ചെയ്യുന്നത് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n1 പ്ലസ് n2 p ആയിരിക്കും. ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് രണ്ട് റാൻഡം വേരിയബിൾസിന്റെ സമ്മ് ഫോളോ ചെയ്യുന്നത്, ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് കണ്ടുപിടിക്കുക? അതിന് നമ്മൾക്ക് മൂന്ന് വഴികളുണ്ട്. ഒന്ന്, മീൻ ആൻഡ് വേരിയൻസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി ആണെങ്കിൽ എന്താണ് മീന് അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എൻ പി ആണ്. എന്താണ് വേരിയൻസ്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എൻ പി ക്യൂ. ഇതിനെങ്ങനെ എഴുതാൻ വേണമെങ്കിൽ എൻ പി ഇൻറ്റു 1 മൈനസ് പി എന്നും എഴുതാം അല്ലേ? രണ്ടാമത്തെ വഴി എന്താണ്? രണ്ടാമതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എം ജി എഫ് യൂസ് ചെയ്തിട്ടാണ്. എന്താണ് എം ജി എഫ്? എം ജി എഫ് ഇസ് ദ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. നമുക്കറിയാം മീനും വേരിയൻസും നമുക്ക് എം ജി എഫ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൂവ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ എം ജി എഫ് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് പറയാൻ പറ്റും. അടുത്ത മെത്തേഡ് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ. എന്താണ് എഫ് ഓഫ് എക്സ് വൈ? ജോയിന്റ് പി എം എഫ് ആണല്ലേ? ജോയിന്റ് ഡെൻസിറ്റി ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഈ ഡിസ്ട്രിബ്യൂഷന്റെ ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് പ്ലസ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് പറയാൻ പറ്റും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എം ജി എഫ് വഴിയുള്ള മെത്തേഡാണ്. ഇതാണ് ഏറ്റവും ഈസി മെത്തേഡ്. നമുക്കറിയാം എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി ആണെങ്കിൽ എം എക്സ് ഓഫ് ടി അഥവാ എം ജി എഫ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു എൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ഫോളോസ് ബൈനോമിയൽ n1 പിയുടെ കേസിലും y ഫോളോസ് ബൈനോമിയൽ n2 പിയുടെ കേസിലും എന്തായിരിക്കും വരിക? ഇവരുടെ കറസ്പോണ്ടിങ് എം ജി എഫ് എന്തായിരിക്കും? ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു n1ഉം ഇവിടെ ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു n2 എന്നും വരും. ക്ലിയർ അല്ലേ? എം ജി എഫിന്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എം എക്സ് പ്ലസ് വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എം എക്സ് ഓഫ് ടി ഇൻറ്റു എം വൈ ഓഫ് ടി ആണ്. ഇതാണ് എം ജി എഫിന്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കേസിൽ എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. എം വൈ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. സോ ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു n1 ഇൻറ്റു ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു n2. ഇത് രണ്ടും സെയിം ടേംസ് ആണ്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഹോൾ റേസ് ടു n1 പ്ലസ് n2 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പാരാമീറ്റേഴ്സ് എന്നും പിയും ആണല്ലേ? അതുപോലെ ഈ കേസിൽ പാരാമീറ്റേഴ്സ് എന്താണ്? n1 പ്ലസ് n2 അതുപോലെ പിയും ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ഫോളോ ചെയ്യുന്നു എന്ന് പറയാം? ബൈനോമിയൽ n1 പ്ലസ് n2 പി എന്നാണ് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടിയുടെ പ്രൂഫ്.
ഇനി എന്താണ് recurrence relation for central moments എന്ന് നോക്കാം. X follows binomial NP ആണെങ്കിൽ recurrence relation പറയുന്നത് എന്താണ്? mu r plus 1 is equal to pq into nr mu r minus 1 plus d mu r by dp. അതായത് ഡെറിവേറ്റീവ് ഓഫ് mu r വിത്ത് റെസ്പെക്ട് ടു p. ഇതാണ് recurrence relation for central moments. ഇനി എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. mu r plus 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ മൊമെൻ്റ് ആണ്, അതായത് r plus 1th സെൻട്രൽ മൊമെൻ്റ് ആണ്. നമുക്ക് r minus 1th സെൻട്രൽ മൊമെൻ്റ് അറിയാമെങ്കിൽ അതോടൊപ്പം mu r അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? mu r plus 1th r plus 1th സെൻട്രൽ മൊമെൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് എന്ന് നോക്കാം. നമുക്കറിയാം mu r എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് x മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ഹോൾ റേസ് ടു r ആണ് അല്ലേ. ഇതാണ് സെൻട്രൽ മൊമെൻറ്റിനുള്ള ഇക്വേഷൻ. ഇത് മൊമെൻറ്റ്സ് അബൌട്ട് മീൻ ആണ്. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് മീൻ ആണ്. ഇനി mu r ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് റോ മൊമെൻ്റ് ആണ്, അതായത് മൊമെൻറ്റ്സ് അബൌട്ട് 0, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് x റേസ് ടു r. ഇതെന്താണ്? മൊമെൻറ്റ്സ് അബൌട്ട് 0. ഓക്കെ, നമുക്കറിയാം mu r ഡാഷ് എന്ന് പറയുമ്പോൾ mu 1 ഡാഷ് ആണ് നമ്മുടെ മീനായിട്ട് നമ്മൾ കണക്കാക്കുക, അതായത് mu. ഓക്കെ, mu 2നെയാണ് നമ്മൾ വേരിയൻസ് ഓഫ് എക്സ് ആയിട്ട് പറയുന്നത്. ക്ലിയർ? അതായത് സെൻട്രൽ മൊമെൻറ്റ്, സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് റോ മൊമെൻറ്റിനെയാണ് നമ്മൾ മീൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് റോ മൊമെൻറ്റ്സും സെൻട്രൽ മൊമെൻറ്റ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി എങ്ങനെയാണ് നമ്മൾ സെൻട്രൽ മൊമെൻറ്റ്സിൻ്റെ ഈ ഒരു recurrence relation പ്രൂവ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പഠിച്ചു mu r എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ദി ഹോൾ റേസ് ടു r. നമുക്കറിയാം x ഫോളോസ് ബൈനോമിയൽ NP ആണെങ്കിൽ എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് x? എക്സ്പെക്റ്റേഷൻ ഓഫ് x is equal to NP ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? NP എന്ന് അപ്ലൈ ചെയ്യാം. സോ mu r is equal to എക്സ്പെക്റ്റേഷൻ ഓഫ് x മൈനസ് NP ടു ദ പവർ r. ഇനി എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് x കാണാനുള്ള ഫോർമുല? സമ്മേഷൻ ഓഫ് x ഇൻറ്റു f ഓഫ് x. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് x മൈനസ് NP ഹോൾ റേസ് ടു r നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓവർ x മൈനസ് NP ഹോൾ റേസ് ടു r f ഓഫ് x എന്ന് എഴുതാൻ പറ്റും. x ഫോളോസ് ബൈനോമിയൽ NP ആണെങ്കിൽ എന്താണ് f ഓഫ് x? അഥവാ എന്താണ് PMF? NCx p റേസ് ടു x q റേസ് ടു n മൈനസ് x. ആക്ച്വലി ഈ q എന്ന് പറയുന്നത് എന്താണ്? pയുടെ ടേംസ് ആണ്, അതായത് 1 മൈനസ് p. So this is equal to summation of x minus NP whole raised to r. f of x ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? NCx p raised to x q raised to n minus x. ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി d mu r over dp, that is mu rനെ, അതായത് ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പിയിൽ എന്ത് ചെയ്യാൻ പോവാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. d mu r over dp ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കറിയാം mu r എന്താണ്? സമ്മേഷൻ ഓവർ x മൈനസ് NP റേസ് ടു r p റേസ് ടു x q റേസ് ടു n മൈനസ് x ആണ്. സോ ഇവിടെ ഒരു p ടേം ഉണ്ട്, ഇവിടെ ഒരു p ടേം ഉണ്ട്. അതെങ്ങനെയാണ്? q എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് p ആണ്. സോ അതൊരു p ടേംസ് തന്നെയാണ്. ഇനി ഇവിടെ ഒരു p ടേം ഉണ്ട്. സോ 3
p ടേംസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 3 സം ടേംസ് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻഷിയേഷനിൽ ഏത് അപ്ലൈ ചെയ്യാം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. സോ യൂസിങ് പ്രൊഡക്റ്റ് റൂൾ ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സപ്പോസ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു എൻ സി എക്സ് ടേം കൂടി ഉണ്ട് അല്ലേ? ഇവിടെ ഒരു എൻ സി എക്സ് ടേം കൂടി ഉണ്ടാവും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്താ? എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ. ഇതാണ് സെക്കൻഡ് ടേം. സമ്മേഷൻ എന്ന് പറയുന്നത് ഇൻസൈഡ് ടേംസിന് മുഴുവൻ ബാധകമാണ്. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ? സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? ആർ ഇൻറ്റു എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ മൈനസ് 1 ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ്, അതായത് ഈ മൈനസ് എൻ ടേം കൂടി വരും, പ്ലസ് നെക്സ്റ്റ് ടേം എന്താ വരുന്നത്? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എൻ സി എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി പി റേസ് ടു എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ പി റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, അതായത് എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് മൈനസ് 1. ക്ലിയർ? ഇനി അടുത്ത കേസിൽ എക്സ് മൈനസ് എൻ പി ഹോൾ റേസ് ടു ആർ എൻ സി എക്സ് പി റേസ് ടു എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 1 മൈനസ് പി. ക്യൂ എന്താണ്? 1 മൈനസ് പി ആണ്. സോ 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എൻ മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു ഇവിടെ ഒരു നെഗറ്റീവ് 1 ടേം ഉണ്ടല്ലേ? സോ നെഗറ്റീവ് 1 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ 3 ടേംസ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എൻ സി എക്സ് പി റേസ് ടു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, ഇങ്ങനെ ഒരു ടേം ഉണ്ട്. എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ മൈനസ് 1, ഇങ്ങനെ ഒരു ടേം ഉണ്ട്. പിന്നെ 2 കോൺസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ആറും നെഗറ്റീവ് എന്നും. സോ അതിനെ എങ്ങനെ എഴുതാം? നെഗറ്റീവ് എൻ ആർ സമ്മേഷൻ എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ മൈനസ് 1 ഇൻറ്റു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് അടുത്ത എന്ത് വരും? ഇവിടെ ഒരു എൻ സി എക്സ് ഉണ്ട്, പി റേസ് ടു എക്സ് ഉണ്ട്, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഉണ്ട്. സോ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇനി എന്ത് വരും? ഇവിടെ ഒരു എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ ഉണ്ടല്ലേ? സോ എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ. ഇത്രയും ടേംസ് ഈ ഒരു ടേംസിലും കോമൺ അല്ലേ? അതായത് എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ ഉണ്ട്. ഇനി എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ക്യൂ എന്ന് ഈ 1 മൈനസ് പി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ തന്നെയാണ്. സോ ക്യൂ റേസ് ടു എൻ മൈനസ് ടേമും അതിൽ കോമൺ ആണ്. അപ്പോൾ ബാക്കി ഇൻസൈഡ് ടേം എന്തായിരിക്കും വരിക? ഇവിടെ ഒരു എക്സ് ടേം ഉണ്ട്, അതുപോലെ പി റേസ് ടു മൈനസ് 1 ഉണ്ട്. അതെങ്ങനെയായിരിക്കും എഴുതുക? എക്സ് ബൈ പി എന്നല്ലേ? അതായത് എക്സ് പി റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബൈ പി. സോ അവിടെ എന്ത് വരും? ആ ടേമിൽ എക്സ് ബൈ പി ഇൻസൈഡ് വരും. അടുത്ത ടേമിൽ ഇവിടെ ഒരു നെഗറ്റീവ് 1 ഉണ്ട്. സോ നെഗറ്റീവ്, പിന്നെന്ത് വരും? 1 മൈനസ് പി. ഇവിടെ ഒരു 1 മൈനസ് പി, അതായത് ക്യൂ. ഇവിടെ ഒരു 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് എക്സ്, അത് നമ്മൾ ഓൾറെഡി പുറത്ത് എഴുതി. ഇനി എന്താ ഉണ്ടാവുക? 1 മൈനസ് പി റേസ് ടു മൈനസ് 1. അതുപോലെ ഇവിടെ ഒരു എൻ മൈനസ് എക്സ് ടേമും ഉണ്ട്, അതായത് എൻ മൈനസ് എക്സ് ഓവർ 1 മൈനസ് പി. ഇതെന്താണ്? എൻ മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് പി റേസ് ടു മൈനസ് 1നെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയത്.
Clear? So n minus x divided by 1 minus p എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുകയെന്ന് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു 1 മൈനസ് പി മൈനസ് n മൈനസ് എക്സ് ഇൻറ്റു പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 1 മൈനസ് പി എന്ന് കിട്ടും. അതായത് എക്സ് മൈനസ് പി എക്സ് മൈനസ് എൻ പി പ്ലസ് എക്സ് പി എന്ന് കിട്ടും അല്ലേ. ഈ എക്സ് പി ടേമും ഈ എക്സ് പി ടേമും ക്യാൻസലായി, ബാക്കി എന്താ ഉണ്ടാവുക? എക്സ് മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? പി ഇൻറ്റു ക്യൂ ആണ്. അതായത് ക്യൂ എന്ന് പറയുമ്പോൾ 1 മൈനസ് പി ആണ്. സോ ലാസ്റ്റ് എക്സ് മൈനസ് എൻ പി ബൈ പി ക്യൂ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗത്തിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ആർ. ഈ ഒരു ഭാഗം നോക്കാം, സമ്മേഷൻ എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ മൈനസ് 1 എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഈ ഒരു ടേമിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? നമുക്കറിയാം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ എക്സ് ഇൻറ്റു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ് അല്ലേ. സോ ഈ എൻ സി എക്സ് പി റേസ് ടു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന ടേമാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ എക്സിന് പകരം എന്താണ്? എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ മൈനസ് 1 ആണ്. സോ ഇതെന്താകും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിന് പകരം എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ മൈനസ് 1 ആകും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചു, ഇതാ മ്യൂ ആർ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ ആണ്. സോ മ്യൂ ആർ എന്ന് പറയുമ്പോൾ ഇവിടെ ആർ ടേം ആണ്. സോ നമ്മുടെ കേസിൽ എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ പി റേസ് ടു ആർ മൈനസ് 1 ആണ്. സോ ഇത് എന്താണ്? മ്യൂ ആർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. സോ ഇത്രയും ഭാഗം നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ ആർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. മ്യൂ ആർ മൈനസ് 1 പ്ലസ്, ഇനി നെക്സ്റ്റ് ടേം നോക്കാം, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ ഇവിടെ. അതെങ്ങനെ എഴുതാം? സമ്മേഷൻ എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ പി ക്യൂ. നമുക്കിപ്പോൾ കിട്ടിയ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ എക്സ് മൈനസ് എൻ പി ടേം ഉണ്ട്, ഇവിടെയും എൻ പി റേസ് ടു ആർ ടേം ഉണ്ട്, ഇവിടെ എക്സ് മൈനസ് എൻ പി ടേം ഉണ്ട്. അതായത് പവർ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരെ ഒന്നിച്ച് നമുക്ക് എന്ത് എഴുതാം? ആർ പ്ലസ് 1 എന്ന് എഴുതി കൂടെ? ക്ലിയർ? അപ്പോൾ ഇത്രയും ടേമിന് പകരം നമുക്ക് എന്തെഴുതാം? എക്സ് റേസ് ടു എൻ പി റേസ് ടു ആർ മൈനസ് 1. അപ്പോൾ ഈ ഒരു ടേം റിമൂവ് ആകും. പിന്നെ അവിടെ എന്താണ്? ഡിവൈഡഡ് ബൈ പി ക്യൂ. സോ അതിനെ നമുക്ക് ഹോൾ ഡിവൈഡഡ് ബൈ പി ക്യൂ എന്ന് എഴുതാൻ പറ്റും. ഹോൾ ഡിവൈഡഡ് ബൈ പി ക്യൂ. ഇനി നോക്കാം, ഇതും അഗെയിൻ സമ്മേഷൻ എക്സ് മൈനസ് എൻ പി റേസ് ടു ആർ പ്ലസ് 1 എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ള ഫോമാറ്റിലായി. സോ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മൈനസ് എൻ ആർ മ്യൂ ആർ മൈനസ് 1 പ്ലസ് ഇത്രയും ഭാഗം എന്താണ്? മ്യൂ ആർ പ്ലസ് 1 ആണല്ലേ. സോ മ്യൂ ആർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ പി ക്യൂ എന്ന് എഴുതാൻ പറ്റും. അതായത് ഡി മ്യൂ ആർ ബൈ ഡി പി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ മ്യൂ ആർ പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ക്യൂ ഇൻറ്റു എൻ ആർ മ്യൂ ആർ മൈനസ് 1
പ്ലസ് ഡി മ്യൂ ആർ ബൈ ഡി പി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെൻറ്റ്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പ്രൂവ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആണ് റെക്കറൻസ് റിലേഷൻ ഫോർ ബൈനോമിയൽ പ്രോബബിലിറ്റീസ് എന്ന് നോക്കാം. ബൈനോമിയൽ x plus 1 np is equal to n minus x divided by x plus 1 into p by q into binomial x n p. അതായത് രണ്ട് കൺസിക്യൂട്ടീവ് പ്രോബബിലിറ്റീസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് റെക്കറൻസ് റിലേഷൻ ഫോർ ബൈനോമിയൽ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൺ ഫോളോസ് ബൈനോമിയൽ എൻ പി ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പ്ലസ് വൺ പി റേസ് ടു എക്സ് പ്ലസ് വൺ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് വൺ ആണ് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് എന്ന ഈ ഒരു റേഷ്യോ എത്രയായിരിക്കും വരിക? എൻ സി എക്സ് പ്ലസ് വൺ പി റേസ് ടു എക്സ് പ്ലസ് വൺ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ലൈക്ക് ടേംസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പി റേസ് ടു എക്സ് ടേം വരും, ഇവിടെ ഒരു പി റേസ് ടു എക്സ് ടേം വരും, ബാക്കി റിമെയിൻ ചെയ്യുന്നത് പി റേസ് ടു വൺ, അതായത് പി. അതുപോലെ ഇവിടെ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, ഇവിടെ ഒരു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, ബാക്കി റിമെയിൻ ചെയ്യുന്നത് ക്യൂ റേസ് ടു മൈനസ് വൺ. അപ്പം എൻ സി എക്സ് പ്ലസ് വൺ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ക്യൂ റേസ് ടു മൈനസ് വൺ കൂടി വരും ഡിവൈഡഡ് ബൈ എൻ സി എക്സ്. ഇതിനെ കുറച്ചുകൂടെ നന്നായിട്ട് എങ്ങനെ എഴുതാം? എൻ സി എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ സി എക്സ് ഇൻറ്റു പി ബൈ ക്യൂ എന്ന് എഴുതാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ ഒരു ടേം ഇതിനെ മാറ്റി എഴുതുന്നത് നോക്കാം. നമുക്കറിയാം 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. അതായത് 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണല്ലേ? അഥവാ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അങ്ങനെയെങ്കിൽ എൻ സി എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ സി എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ സി എക്സ് എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ. പിന്നെ അവിടെ ഒരു ടേം ഉണ്ട് വിച്ച് ഇസ് പി ബൈ ക്യൂ. ഇനി ലൈക്ക് ടേംസ് വീണ്ടും ക്യാൻസൽ ആയി. n ഫാക്ടോറിയൽ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എക്സ് പ്ലസ് വൺ ഫാക്ടോറിയൽ. ഇവിടെ ഒരു എക്സ് പ്ലസ് വൺ ഫാക്ടോറിയൽ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു എക്സ് ഫാക്ടോറിയലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൺ ഫാക്ടോറിയൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ എഴുതുകയാണെങ്കിൽ എക്സ് പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് ഫാക്ടോറിയലാണ്. അത് തൊട്ട് മുമ്പുള്ള ഫാക്ടോറിയൽ. സോ റിമെയിൻ ചെയ്യുന്ന ടേം എന്തായിരിക്കും? എക്സ് പ്ലസ് വൺ ആയിരിക്കും. സോ ഈ ടേമും ഇവിടെയുള്ള എക്സ് പ്ലസ് വൺ ഫാക്ടോറിയലിലെ എക്സ് പ്ലസ് വൺ ടേമും ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉണ്ടാവുക? അവിടെ എക്സ് ഫാക്ടോറിയൽ എക്സ് പ്ലസ് വൺ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ എക്സ് പ്ലസ് വൺ വരും. ഇനി ഇവിടെ എന്താ ഉള്ളത്? എൻ മൈനസ് എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ. ഇവിടെ എന്താണ്? എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. സോ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? എൻ മൈനസ് എക്സ് ഇൻറ്റു എൻ മൈനസ് എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ. അതായത് റിമെയിൻ ചെയ്യുന്ന ടേം എന്തായിരിക്കും? എൻ മൈനസ് എക്സ് ടേം ആയിരിക്കും. വെൻ വി ഡിവൈഡ് എൻ മൈനസ് എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ്
എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ റിമൈൻ ചെയ്യുന്ന ടേം എന്തായിരിക്കും? 1/n - x ആയിരിക്കും. 1/n - x ആയിരിക്കും. സോ അതിവിടെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ n - x എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n - x, ഈ ഒരു ടേം മുകളിലേക്ക് പോകും. സോ n - x ഡിവൈഡഡ് ബൈ ഈ ടേം താഴേക്ക് വരും. അതായത് x+1 ഇൻറ്റു p/q. ക്ലിയർ അല്ലേ? ഇനി എന്തായിരുന്നു ഇത്? f(x+1) ഡിവൈഡഡ് ബൈ f(x) ആണ് അല്ലേ? എന്താണ് f(x+1)? അതായത് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ബൈനോമിയൽ ഓഫ് x+1 വിത്ത് പാരാമീറ്റേഴ്സ് np എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x വിത്ത് പാരാമീറ്റേഴ്സ് np എന്ന് പറയുന്നത് എന്താണ്? n - x ഡിവൈഡഡ് ബൈ x+1 ഇൻറ്റു p/q. സോ ബൈനോമിയൽ x+1, n, p എന്ന് പറയുന്നത് n - x ഡിവൈഡഡ് ബൈ x+1 ഇൻറ്റു p/q. ഈ ഒരു ടേം ഇങ്ങോട്ട് വരും. അതായത് ബൈനോമിയൽ x, n, p. അപ്പോൾ ഇങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ്, ബൈനോമിയൽ പ്രോബബിലിറ്റീസിൻ്റെ റിക്കറൻസ് റിലേഷൻസ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ.